നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഖാത്തികൾ എപ്പോൾ വാ തുറന്നാലും അത് CPM-ന്റെ മൂട്ടിൽ പൊട്ടും. പതിവ് തെറ്റിച്ചില്ല. മന്ത്രി വീണ ജോർജ് സഖാത്തി വലിയ ഡയലോഗ് അടിച്ചു വന്നതാണ്. എടുത്തിട്ട് കുടയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. തിരുവല്ലയിലെ സ്വകാര്യ സ്പായിൽ നടന്ന ക്രൂര ബലാത്സംഗത്തിൽ 2 കീച്ചു വന്നതാണ്. പക്ഷേ കിട്ടിയത് അന്നനാളത്തിൽ. മുഖ്യമന്ത്രിക്കും കിട്ടി വീണ ജോർജിന്റെ ഡയലോഗ് അടി കാരണം. അതായത് ആഭ്യന്തരമന്ത്രി വാഴയെന്നാണ് എല്ലാവരും ഇപ്പോൾ വലിയ വെടിപൊട്ടിക്കുന്നത്. വീണ ജോർജ് മുഖ്യമന്ത്രിയെ വീണ്ടും എയറിൽ കയറ്റിയിരിക്കുകയാണ്. തിരുവല്ലയിൽ ഉണ്ടായത് ഞെട്ടിക്കുന്ന സംഭവം. ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ നിയമം വേണം. ഇതായിരുന്നു മന്ത്രി വീണ ജോർജ് ഈ സംഭവത്തിൽ പ്രതികരിച്ചത്. ഇത്രയും പറഞ്ഞത് മാത്രമേ വീണ ജോർജിന് ഓർമ്മയുള്ളൂ. മലയാളി എടുത്തിട്ട് പൊട്ടിച്ചു. ഇതേ മന്ത്രി കൊച്ചമ്മ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച കാപ്പ കേസ് പ്രതികളെ ആ വിഷയം ഉയർത്തിക്കാണിച്ചായിരുന്നു മലയാളികൾ കാലേവാരി അലക്കിയത്. ഓർക്കുന്നില്ലേ, പത്തനംതിട്ടയിൽ ഒരു വിഭാഗം ഗുണ്ടകളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വീണ ജോർജ് ആയിരുന്നു. അതിൽ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായത് കാപ്പ ചുമത്തി നാട് കടത്തിയ ആളെയാണ് അന്ന് പത്തനംതിട്ടയിലെ പരിപാടിയിൽ വെച്ച് പാർട്ടിയിലേക്ക് വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത്. ഇവരാണ് ഗുണ്ടകളെ കുറിച്ചൊക്കെ ഇപ്പോൾ വാതോരാതെ ഗീർവാണം അടിക്കുന്നത്. ആഭ്യന്തരം നിങ്ങളുടെ കക്ഷത്ത് തന്നെയല്ലേ, ഈ ഗുണ്ടകളെയെല്ലാം നിരത്തി നിർത്തി അങ്ങ് തീർത്തുകൂടെ എന്നാണ് വീണ ജോർജിനുള്ള മറുപടി. മാത്രമല്ല, ഗുണ്ടകളെക്കാൾ വലിയ ഗുണ്ട പോലീസാണ് ആഭ്യന്തര വകുപ്പിലുള്ളത്, സേനയിലുള്ളത്. അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ എന്തുകൊണ്ട് കപ്പിത്താന് കഴിയുന്നില്ല? കപ്പൽ ആടി ഉലയുകയാണ്. നടുവേ കീറി തൊള്ളയിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടും കപ്പിത്താന് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും ഈ ഗുണ്ടകളായ പോലീസുകാരെ സംരക്ഷിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടങ്ങി വലിയ രീതിയിലാണ് വീണ ജോർജിന് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജു പാർവതി പ്രബീഷ് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. വീണ ജോർജിന്റെ ഈ പ്രതികരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അവർ പോസ്റ്റ് പങ്കുവച്ചത്. അതിങ്ങനെയാണ്: അന്ന് ഞങ്ങളും ഒന്ന് ഞെട്ടിയിരുന്നു മേഡം. നല്ല 916 കാപ്പ പ്രതിയെ മാലയിട്ട് രക്തഹാരം അണിയിച്ച് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ലാൽ സലാം വിളിക്കുന്ന ഒരു മന്ത്രിണിയെ കണ്ടപ്പോൾ ഞങ്ങളും ഞെട്ടിയിരുന്നു കേട്ടോ. മാലയിട്ട് സ്വീകരിച്ച് പാർട്ടി ആഫീസിൽ കട്ടനും കൊടുത്ത് കയറ്റിയിരുത്തിയതിന്റെ 3-ാം പക്കം ഓനെ കഞ്ചാവ് കേസിൽ പോലീസ് പൊക്കിയപ്പോൾ വീണ്ടും ഞങ്ങൾ ഞെട്ടുകയായിരുന്നു. കാപ്പ കേസ് പ്രതിയായാലും കൊലക്കേസ് പ്രതിയായാലും സാരമില്ല, പാർട്ടിയിൽ വന്നാൽ സ്വീകരണവും പട്ടും വളയും കൊടുക്കുന്ന കഴിപ്പണം കെട്ടവർക്ക് എതിരെയും ശക്തമായ നിയമം വരണം. അങ്ങനെ വന്നാൽ അനിക് സ്പ്രേ ആകുന്ന ഒരേ ഒരു പാർട്ടിയെ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ മേഡം. അതുകൊണ്ട് മെല്ലെ തള്ളിയാൽ മതിയിട്ട. വൈരുദ്ധ്യാത്മക ഭൗതികവാദം സഭാപർവം 752-ാം അധ്യായം. ഇങ്ങനെയായിരുന്നു അഞ്ജു പാർവതി പ്രബീഷ് വീണ ജോർജിന്റെ ഫോട്ടോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് നല്ല ഒന്നാന്തരം കൊട്ടുകൊടുത്തത്. തിരുവല്ലയിൽ നടന്നിരിക്കുന്ന സംഭവം അത്ര നിസ്സാരമല്ല. അതിൽ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടുകൂടി നമ്മൾ പറയണം. അതിനു മുൻപ് മന്ത്രി വീണ ജോർജിന്റെ കാര്യവും കൂടി നമ്മളൊന്ന് പറയണമല്ലോ. അന്ന് കാപ്പ കേസ് പ്രതികളെ മാലയിട്ട് ആനയിച്ച് സ്വീകരിച്ച മന്ത്രി വീണ ജോർജ് വലിയ തിളപ്പ് കയറി ലാൽ സലാമൊക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. എന്നാൽ പിന്നീടാണ് കാപ്പ കേസ് പ്രതികളും ഗുണ്ടകളും കഞ്ചാവ് കേസ് പ്രതികളും ഒക്കെയാണ് ഇവന്മാർ എന്നും മനസ്സിലായപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ അണ്ണാക്കിലെ പിരിവെട്ടി ഓടിപ്പോകുന്ന വീണ ജോർജിനെയും നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്ന് പാർട്ടി കാണിച്ച ഈ ഒരു നടപടി, അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച നടപടിയെ എതിർത്ത് പിന്നീട് ഒരക്ഷരം പോലും വീണ ജോർജ് പറഞ്ഞില്ല. നല്ല ഒന്നാന്തരം ഗുണ്ടകളെയാണ് അന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അങ്ങനെ ഗുണ്ടകളെയും തെമ്മാടികളെയും ഒക്കെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ഇവർക്ക് ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കാൻ എന്തർഹതയാണുള്ളത് എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിലെ സംഭവം പുറത്തേക്ക് വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഒന്നാകെ നാറി നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ്. കാരണം ഈ പറയുന്ന സ്പായിൽ നിന്ന് ഉൾപ്പെടെ മാസപ്പടി വാങ്ങുന്ന പോലീസുകാരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പോലീസുകാരൊക്കെ അവിടെ നിത്യ സന്ദർശകരായിരുന്നുവെന്ന്. മാസാമാസം ഈ സ്പായിലൊക്കെ എത്തി മാസപ്പടിയും വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടാണ് ഏമാന്മാർ വീട്ടിലേക്ക് പോകുന്നത്. നല്ല ഒന്നാന്തരം പോലീസുകാരാണ്. ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ്. ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയും. സത്യമാണ്, ശരിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അവരുടെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. അന്തസ്സായി പണിയെടുക്കാൻ വരുന്ന പോലീസുകാരെയും പണിയെടുപ്പിക്കാൻ അനുവദിക്കുന്നില്ല. പിന്നെയുള്ള ഒരു കൂട്ടരുണ്ട്, നല്ല ഒന്നാന്തരം ഗുണ്ട പോലീസുകാർ. അവർക്കാണ് നിലനിൽപ്പുള്ളത്. ഇത്തരക്കാരായ പോലീസുകാർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആഭ്യന്തരമന്ത്രി ഇവരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്, എന്ത് വേണമെങ്കിലും കാണിച്ചോളാൻ. അതാണല്ലോ കേരളം കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പോലീസുകാർ, ഗുണ്ടാ പിരിവ് മേടിക്കുന്ന പോലീസുകാർ, പീഡനത്തിൽ ഉൾപ്പെട്ട പോലീസുകാർ, അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൈമടക്ക് വാങ്ങുന്നതിലും
പണി കിട്ടിയിട്ടുള്ള പോലീസുകാർ, ഇങ്ങനെ നീളുന്നുണ്ട് ഈ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നീളുന്നതല്ലാതെ ഇവർക്കെതിരെ ഒന്ന് നടപടിയെടുക്കാൻ പക്ഷേ ആഭ്യന്തര മന്ത്രി തയ്യാറാകുന്നില്ല. ഈ ഗുണ്ടാ പോലീസുകാരെ വേണമെന്ന്. കാരണം പാർട്ടിക്ക് വേണ്ടപ്പെട്ട കുറേയധികം പോലീസുകാരൊക്കെ ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ഒതുക്കണമെങ്കിൽ ഈ പോലീസുകാരെ ഇറക്കി പല പണികളാണ് സർക്കാരും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ കാണിക്കുന്നത്. അത് മറ്റൊരു കാര്യം. തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടു എന്നുള്ള ഒരു സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒന്നാം പ്രതി മരണ സുബിൻ കാപ്പ കേസ് പ്രതിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു നോക്കണം. കാപ്പ കേസ് പ്രതികളെ എല്ലാം ഞങ്ങൾ നാട് കടത്തി, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അവരെ എല്ലാം ചവിട്ടി പുറത്താക്കി, മെരുക്കി എന്നൊക്കെ ആഭ്യന്തരമന്ത്രി വലിയ ഗീർവാണം അടിച്ചിരുന്നു നിയമസഭയിലൊക്കെ. എന്നിട്ടാണ് ഈ മരണ സുബിൻ എന്ന് പറയുന്നവൻ കാപ്പ കേസുകാരനാണ്, കാപ്പ ചുമത്തപ്പെട്ടവനാണ്. അവനൊക്കെയാണ് നഗരത്തിലൂടെ കിടന്ന് വിലസുന്നത്. ഇതെല്ലാം ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? കഴിപ്പണം കെട്ടവർ എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മലയാളികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടുകൂടിയാണ് ഇമാതിരി പണിയൊക്കെ കിട്ടുന്നത്. തിരുവല്ലയിൽ ഗുണ്ട കൂട്ടുകെട്ടുള്ള പോലീസുകാർ മാസപ്പടി പറ്റുന്നുണ്ടെന്ന ആക്ഷേപത്തിൽ വിജിലൻസും പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അതായത് പോലീസുകാർ ഇത്തരത്തിൽ ഈ ഗുണ്ടകളുമായിട്ടുള്ള പോലീസുകാരുടെ സഹവാസം, ഈ ഗുണ്ടാ പിരിവ് കൈപ്പറ്റുന്ന പോലീസുകാർ, മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ, ഇവർക്കെതിരെയൊക്കെ ഇപ്പോൾ ഒരു നടപടിക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ പോലീസുകാരെ എല്ലാം അങ്ങ് കണ്ടെത്തി പുളുത്തിക്കളയുമെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. എന്ത് പുളുത്താനാണ്? 9 കൊല്ലം 10 കൊല്ലം ആകാൻ പോകുന്നു ഭരണത്തിൽ കയറിയിട്ട്. ഇക്കാലം അത്രയും പുളുത്താത്ത കാര്യമാണോ ഇനി പുളുത്താൻ പോകുന്നതെന്ന് മലയാളികൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും പട്ടാപ്പകൽ നഗരമധ്യത്തിലാണ് ഇത്രത്തോളം ക്രൂരമായ ഒരു ബലാത്സംഗം നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ വലിയ ഞെട്ടലൊന്നുമില്ല. അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിന് പിന്നാലെയാണ്. അതിജീവിതകൾക്ക് വേണ്ടി വാദിക്കുന്ന തിരക്കിലാണ്. പരാതിക്കാരികൾ ഇനിയും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ നടന്ന ഈ ഒരു കൂട്ട ബലാത്സംഗത്തിൽ മൗനം പാലിക്കുകയാണ്. പിന്നെ സാംസ്കാരിക നായകരെ കാണാനേ ഇല്ല. അവരങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുരയ്ക്കുന്നവരാണ്. കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കുരയ്ക്കാൻ സൗകര്യമില്ലെന്ന്. കാരണം പിണറായിക്കെതിരെ ആയി പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നറിയാവുന്നത് കൊണ്ട് സാംസ്കാരിക നായകരും മൗനത്തിലാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.